ജൂതൻ അങ്ങാടിയിൽ വന്ന് വിളിച്ചു പറഞ്ഞു 1400 വർഷങ്ങൾക്ക് മുമ്പ്. എന്താ പറഞ്ഞത്? ജൂതൻ അങ്ങാടിയിൽ വന്ന് ഉക്കാള ചന്തയിൽ വന്ന് ജൂതൻ പറയുന്നു, ഇസ്ലാമിന്റെ ശത്രുവാണ് ജൂതൻ. അന്നും ശത്രുവാണ്, ഇന്നും ശത്രുവാണ്, എന്നും ശത്രുവാണ് ജൂതൻ. ഇന്ന് ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ കൊന്നുതീർക്കുന്നത് ജൂതനാണ്, അല്ലേ? അവിടുത്തെ സഹോദരിമാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് ജൂതന്മാരാണ്. പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറച്ചിയിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചത് ജൂത കുടുംബത്തിലൊരു പെണ്ണായിരുന്നു. ജൂതന്മാർക്കൊന്നും മുസ്ലിങ്ങളോട് വെറുപ്പായിരുന്നു. നിൽക്കട്ടെ, ആ ജൂതന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ ക്ഷണിക്കുകയാണ്, നിങ്ങളൊന്ന് വരണം ഭക്ഷണം കഴിക്കാൻ. മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വിളങ്ങി നിൽക്കുന്ന ഉദാഹരണമാണത്. ജൂതൻ മുസ്ലിമിന്റെ ശത്രുവായിട്ട് പോലും, ഇസ്ലാമിനെ വെറുക്കുന്ന ആളായിട്ട് പോലും ഈ പ്രവാചകനെ ക്ഷണിച്ചു. ജൂതന്റെ ഭാര്യ ജൂതൻ വന്നിട്ട് ക്ഷണിച്ചു, ഞങ്ങളെ വീട്ടിൽ വരണേ, കുറച്ച് ഭക്ഷണം സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് കഴിക്കാനാണ്. അള്ളാന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു? ഞാൻ വരാൻ പറഞ്ഞു. ജൂതന്റെ വീട്ടിലേക്ക് നബി പോയി, കൂടെ ഒരു സഹാബിയും പോയി. ജൂത പെണ്ണടുക്കളയിൽ ചെന്ന് ഉണ്ടാക്കി വെച്ച ഇറച്ചിയിലേക്ക് വിഷം പാർന്നു, വിഷം കലർത്തി. എന്നിട്ട് പ്രവാചകന്റെ മുൻപിൽ കൊണ്ടുവന്നു വെച്ചു. പ്രവാചകൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു. ഇൻ ദി നെയിം ഓഫ് ദി ഗോഡ് എന്നർത്ഥം വരുന്ന ബിസ്മില്ലാ, ദൈവനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറയുന്ന ഇത് ഈ ബിസ്മില്ല ഉച്ചരിച്ചുകൊണ്ട് ആ ഇറച്ചി വായിലേക്കിട്ട് കൂടെയുള്ള സഹാബി ഈ ഇറച്ചിയിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് വായിലേക്കിട്ട് ചവച്ച് വയറ്റിലേക്ക് ഇറക്കി അവിടെ വെച്ച് മരിച്ചു. കേൾക്കണേ, ഇസ്ലാമിന്റെ സന്ദേശത്തറിയണേ. ഇറച്ചിയിൽ വിഷം കലർത്തി പ്രവാചകന്റെ കൂടെ പോയ സഹാബിയെ കൊന്നുകളഞ്ഞ ജൂത കുടുംബങ്ങളിൽപ്പെട്ടവർ പ്രവാചകൻ ഇത് ചവച്ചുകൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് വഹിയിറക്കി. എന്നിട്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് ജിബ്രീൽ എന്ന മാലാഖ വന്നു, തുപ്പിക്കളയാൻ പറഞ്ഞു. അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന ഇറച്ചി തുപ്പി കാർക്കിച്ച് തുപ്പി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ വേദന അനുഭവിച്ചു. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഈ ഉപദ്രവം ചെയ്ത ജൂത കുടുംബങ്ങളിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോ അയാളുടെ മയ്യത്ത് ഇതുപോലെ ഒരു മാർക്കറ്റിലൂടെ കടന്നു പോകുമ്പോ ജൂതന്മാർ ബോഡി കൊണ്ടുപോകുമ്പോ പ്രവാചകനും സഹാബാക്കിറാമും അനുയായികളും സന്തത സഹചാരികളും സഖാക്കളും ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. ഉടനെ സഹാബാക്കിറാം സന്തത സഹചാരികൾ ചോദിച്ചു, നബിയെ, ആരുടെ മയ്യത്താണ് കൊണ്ടുപോകുന്നത്, ആരുടെ ബോഡിയാണ് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ ചോദിച്ചു, ആരുടേതാണ്? അതൊരു ജൂതന്റെ മയ്യത്താണ് നബിയെ. നമ്മളെ കൊല്ലാൻ നോക്കുന്ന, നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ ഇസ്ലാമിന് നേരെ പോർക്കളം തീർക്കുന്ന ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു ജൂതന്റെ ബോഡിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ തന്റെ അനുയായികളോട് പറഞ്ഞത്, ആണോ എങ്കിൽ നമുക്കിരിക്കാം, അനാദരിക്കാമെന്നല്ല. പിന്നെ സഹാബാക്കളോട് പറഞ്ഞു, അനുചരന്മാരോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, അതൊരു മനുഷ്യന്റെ മയ്യത്താണ്. ജൂതനാവട്ടെ, ക്രൈസ്തവനാകട്ടെ, ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ, അതൊരു മനുഷ്യന്റെ ബോഡിയാണ്. മനുഷ്യനെന്ന ബഹുമാനം കൊടുക്കണം, ആദരിക്കണം, എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല മാനവികതയുടെ പാഠം പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കിക്കോ, ചരിത്രങ്ങള് ഖുർആൻ പരിശോധിച്ചോ, ഹദീസ് പരിശോധിച്ചോ, ചരിത്രങ്ങൾ പരിശോധിച്ചോ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഈ ഖുർആൻ നിങ്ങളൊന്ന് തുറക്കണം. മലയാളത്തിൽ, കന്നഡയിൽ, ഉറുദുവിൽ, ഇംഗ്ലീഷിൽ അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഒന്ന് തുറക്കണം. 6236 വചനങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ നിങ്ങൾക്ക് പറ്റാവുന്നത്ര ആയത്തുകൾ, സെന്റൻസുകൾ ഒന്ന് വായിച്ചു നോക്കണം. തെറ്റിദ്ധാരണ തീർക്കാനെന്ന നിലക്ക് വേണ്ട, വിമർശിക്കാമെന്ന നിലക്ക് വായിച്ചോളൂ. ഇതൊന്ന് പഠിച്ചിട്ട് വേണം ഒരു മുസ്ലിമിനോട് സംവദിക്കാൻ എന്ന നിലയ്ക്ക് വായിച്ചോളൂ. എങ്കിൽ നിങ്ങൾ ഈ ഖുർആനിന്റെ ആശ്ചര്യഭരിതമായ അധ്യാപനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി പ്രപഞ്ചത്തിന്റെ നാഥനായ മുമ്പിലേക്ക് ഫ്രാൻസിലെ ഏറ്റവും വലിയ മോഡലിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന പെണ്ണ് മക്കയിൽ ഹറമിന്റെ മുറ്റത്ത് വന്ന് പറഞ്ഞു, എനിക്കിത് മുമ്പേ കിട്ടേണ്ടതായിരുന്നു. മുസ്ലിങ്ങളെ, നിങ്ങളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഞാൻ നിങ്ങളെ എതിർത്തവളാണ്, ഞാൻ നിങ്ങളെ എതിർത്ത് സംസാരിച്ചവളാണ്, എതിർക്കുന്നവരോട് ഐക്യം പ്രഖ്യാപിച്ചവളാണ്. പക്ഷേ എനിക്ക് ഖേദം തോന്നുന്നു, മാപ്പ് തോന്നുന്നു എന്ന് മക്കയിലെ ഹറമിന്റെ മുറ്റത്ത് വന്ന് നിന്ന് മാനവകുലത്തോട് വിളിച്ചു പറയുന്ന ഫ്രാൻസിലേറ്റവും മോഡലായി അറിയപ്പെട്ട ഒരു സഹോദരി ഇസ്ലാം എന്ന് പറയുന്ന ഈ സത്യമാർഗത്തിലേക്ക്, ഈ രാജ്യം
രാജപാതയിലേക്ക് കാലെടുത്ത് വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവത്തെ അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ ദൂതനാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നുവെന്ന 2 സാക്ഷ്യവാചകങ്ങൾ ചൊല്ലി ഇസ്ലാമിക വേഷമണിഞ്ഞ് മക്കയിലെ പരിശുദ്ധമായ പള്ളിയുടെ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നു നിന്ന് കണ്ണീരോടുകൂടി ലോകമേ പഠിക്കണേ എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കുന്ന ഫ്രാൻസിൽ നിന്നുള്ളവർ, അങ്ങ് ഡെൻമാർക്കിൽ നിന്നുള്ളവർ, അങ്ങ് അമേരിക്കയിൽ നിന്നുള്ളവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, പ്രിയപ്പെട്ടവരെ എത്രയാണ് ദിനം പ്രതി ഈ രാജപാതയെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത്, അതെ ഇതിനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം? ഇതിനുള്ളിൽ കിടക്കുന്നത് മാനവികതയുടെ സന്ദേശമാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളുടെ പള്ളി പോയി നോക്കൂ നിങ്ങളൊന്ന്. അവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് ചെന്ന് നോക്കാം. അവിടെ പണക്കാരനും പാവപ്പെട്ടവനും അതേ അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരു ഓഫീസിലെ സെർവന്റും അവിടുത്തെ മാനേജറും ആ കമ്പനിയുടെ ബോസുമൊക്കെ ഒരേ ലൈനിൽ കാലുകൾ തമ്മിൽ തട്ടി തമ്മിൽ തട്ടി നമസ്കരിക്കാൻ വേണ്ടി ലൈനിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കറുകറുത്ത ബിലാലും വെളുവെളുത്ത സൽമാനും പണക്കാരനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമൊക്കെ ഒരേ പാത്രത്തിൽ ഒന്നിങ്ങനെ കൈകൾ തട്ടിയിരുന്നി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ? കറുകറുത്ത ബിലാലിന് അള്ളാഹുവിന്റെ രാജപാതയാകുന്ന ഇസ്ലാമിൽ സ്ഥാനം കുറഞ്ഞിട്ടില്ല. ഇല്ല, ഒരു രാജാവ് കൊടുക്കുന്ന അടിമപ്പെണ്ണായ ഹാജറ എന്ന് പറയുന്ന മഹദിയെ ഓർത്തുകൊണ്ടാണ് സഫയിൽ എന്ന മർവയിലേക്ക് ഇബ്രാഹിം നബിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആകുന്ന അടിമപ്പെണ്ണാകുന്ന ഹാജറയെ ഓർത്തുകൊണ്ടാണ് ലോകം അവസാനിക്കുന്നത് വരെ ആ ഉംറ എന്ന് പറയുന്ന കർമ്മം നടക്കുമ്പോ മക്കയുടെ മണ്ണിൽ സഫയിൽ എന്ന മർവയിലേക്ക് മനുഷ്യകുലങ്ങൾ ഓടുന്നതും നടക്കുന്നതും അടിമപ്പെണ്ണായ ഹാജറ എന്ന് പറയുന്ന പിന്നെ ചരിത്രം സൃഷ്ടിച്ച ആ മഹദിയെ ഓർത്തുകൊണ്ടാണ്. അപ്പൊ അടിമപ്പെണ്ണാണ്. മാറ്റി നിർത്തിയോ ഇസ്ലാം? ഇല്ല. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം, ഇവിടുത്തെ ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുസ്ലിങ്ങളെ, നിരീശ്വരവാദികളെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ രാജ്യത്ത് കുറച്ചു കൊല്ലം മുമ്പ് എന്തായിരുന്നു അവസ്ഥ? മാറുമറക്കാൻ അവകാശം ഉണ്ടായിരുന്നോ? ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇതൊക്കെ ഒരു വെറുതെ കഥ പറയണോ? സത്യല്ലേ? മുമ്പുണ്ടായിരുന്നോ? പാവപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവരുടെ വിവാഹം നിശ്ചയിച്ച തമ്പ്രാക്കന്മാരുടെ മുമ്പിൽ ഒരു രാത്രി പോയി തന്റെ ശരീരം കൊടുക്കാതെ മറ്റൊരുത്തന്റെ കൂടെ പോകാൻ, കല്യാണം കഴിച്ചു പോകാൻ അവകാശമില്ലാത്ത ഒരു നാട്. മാറിൽ ഒരു ചെറിയ മുണ്ട് മറച്ചുകൊണ്ട്, ഒരു തുണിക്കഷ്ടം മറച്ചുകൊണ്ട് മാറൊന്ന് മറച്ചു പിടിക്കാൻ യുദ്ധം നടത്തേണ്ടി വന്ന, പോരാട്ടം നടത്തേണ്ടി വന്ന ചരിത്രങ്ങളെ പറയാനുള്ള ചരിത്രത്തിന്റെ കഥകൾ ഇറങ്ങിക്കിടക്കുന്ന ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യം അല്ലേ? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ക്ഷത്രിയനും വൈശ്യനും അതുപോലെ തന്നെ ബ്രാഹ്മണനുമൊക്കെ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് കവുങ്ങിന്റെ പാളയിൽ കൊണ്ടുപോയി ചോറിട്ട് കൊടുത്ത് ഗേറ്റിന്റെ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കേണ്ടവനായ നീയൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് എന്ന് മുദ്രകുത്തിയിരുന്ന ഒരു നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിലെ മനുഷ്യർ മാനവികതയുടെ സന്ദേശങ്ങളെ പഠിച്ചത്? എന്തുകൊണ്ടാണ് മാലിക് ദിനാറും കൂട്ടരും ഈ രാജ്യത്തിലേക്ക് വന്നപ്പോ ആളുകൾ ഇരുകൈകളും നീട്ടി ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ സ്വീകരിച്ചത്? ഇവിടെ വെളുത്തവനും കറുത്തവനും വ്യത്യാസമില്ല, ഇവിടെ പണമുള്ളവനും പണമില്ലാത്തവനും വ്യത്യാസമില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ എം എ യൂസുഫ് അലി എന്ന് പറയുന്ന ഒട്ടനവധി ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ ഉടമയായ അദ്ദേഹത്തിന്റെ ഓഫീസിലോ അദ്ദേഹത്തിന്റെ ഷോപ്പിംഗ് മാളിലോ ഒരു സർവന്റായി വർക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഖുർആൻ ഓതാൻ അറിയുന്ന ഒരു പാവപ്പെട്ട 1000 ദിർഹം സാലറി വാങ്ങുന്ന 2000 ദിർഹം സാലറി വാങ്ങുന്ന ഒരാൾ അതേ പള്ളിയിലുണ്ടെങ്കിൽ യൂസുഫ് അലി അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് അദ്ദേഹമാണ് ഈ കുട്ടിയാണ് നിസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്, ലീഡറായി നിൽക്കേണ്ടത്, ഇമാമായി നിൽക്കേണ്ടത് എന്ന് പറയുന്ന മാനവികതയുടെ സൗഹാർദ്ദത്തിന്റെ സന്ദേശം ലോകത്ത് നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയും? അങ്ങനെ ഈ ഇസ്ലാം ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ വ്യാപിച്ച് കടന്നു വന്നത് അല്ലേ? മാലിക് ദിനാറും കൂട്ടരും വന്നു, അല്ലാത്തവർ വന്നു. എങ്ങനെ സ്വീകരിച്ചു? ഹൈന്ദവ സഹോദരിമാർ തമ്പ്രാക്കന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് പോകണം അങ്ങോട്ട്. ശരി, വേഷം മാറിക്കോ, വിശ്വാസം മാറിക്കോ, പോയിക്കോ. ചരിത്രം വായിച്ചോക്ക്. വേഷം മാറിക്കോ, വിശ്വാസം മാറിക്കോ, എന്നിട്ട് പോയിക്കോ. ഇതൊരു മാനവികതയുടെ ഏറ്റവും നല്ല സന്ദേശത്തിലേക്കാണ് ക്ഷണിച്ചത്. ഇവിടെ താഴ്ന്നവനോ അല്ലെങ്കിൽ ഉയർന്നവനോ എന്ന വ്യത്യാസമല്ല, ഇന്നുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല.
കഅബാലയം എന്ന് പറയുന്ന ലോകത്തിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനമാകുന്ന കഅബാലയത്തിന്റെ മുറ്റത്ത് തവാഫ് നടത്തുമ്പോ കോടീശ്വരനായ മനുഷ്യനും ഉടുക്കാൻ ഒരു തുണി, പുതക്കാൻ ഒരു തുണി, അവന് വ്യത്യാസമില്ല. പുരുഷന് ഉടുക്കാൻ ഒരു തുണി, ഒന്ന് ചുമലിലൂടെ ഇടാൻ മറ്റൊരു തുണി. അത് കോടീശ്വരനായ മനുഷ്യനും പാവപ്പെട്ട ഒരു വകുപ്പും ജീവിക്കാനില്ലാത്ത ഒരാൾ അവിടെ എത്തി ഉംറ ചെയ്യാൻ ചെന്നാൽ അയാൾക്കും അതേ വേഷവ്യത്യാസങ്ങളില്ല. സൗദി രാജാവ് മരണപ്പെട്ടു. ഇവിടുത്തെ കൈരളി ചാനൽ, ഏഷ്യാനെറ്റ് ചാനൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള ചാനലുകൾ, മാതൃഭൂമി ചാനൽ, എല്ലാ ചാനലും ഇങ്ങനെ കാണിച്ചു. എന്തിനെ? സൗദി രാജാവിന്റെ കബറ് എല്ലാ ആളുകൾക്കിടയിൽ സാധാരണ ഒരു കബറ് അരമണിക്കൂർ കഴിഞ്ഞ് ചെന്നാൽ ഏതാ ഇതിൽ രാജാവിന്റെ കബറെന്നറിയില്ല. രാജാവിനും പ്രജക്കും വ്യത്യാസമില്ലാത്ത ഒരു മതം, അതാണ് അല്ലാഹുവിന്റെ മതം. ഈ മതത്തിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്നറിയുമോ? നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരൊറ്റ ആണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ ഖബായിലുകളാക്കി, ഗോത്രങ്ങളാക്കി, വർഗങ്ങളാക്കി, വർണ്ണങ്ങളാക്കി. എന്തിന്? ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി യത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവർ, ഭക്തിയുള്ളവർ, സൂക്ഷ്മതയുള്ളവർ ആരോ അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ വിവിഐപികൾ എന്ന് പ്രഖ്യാപിച്ച ഖുർആൻ. എന്താ പറഞ്ഞത്? ഇവിടെ വിവിഐപി സെക്യൂരിറ്റിയുള്ള ആളുകളില്ലേ നമ്മുടെ നാട്ടില് ഉണ്ട്, വിഐപി പദവിയുള്ള ആളുകളില്ലേ, പിന്നെ സാധാരണക്കാരില്ലേ. അള്ളാന്റെ കോടതിയിൽ വിവിഐപി സ്ഥാനം കൊടുക്കുന്നത് ആർക്കറിയോ? ആർക്കാ? ഈ ഭൂമിയിൽ തഖ്വയോടുകൂടി അനർഹമായി ഒരു നോട്ടം നടത്താതെ, അനർഹമായി സമ്പാദിക്കാതെ, ഏകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്ത് അവനെ മാത്രം വണങ്ങി അവന്റെ അടിമയാണ് ഞാനെന്നോർത്ത് ഏറ്റവും കൂലിപ്പണിയാണെങ്കിൽ കൂലിപ്പണിയിൽ ഒരു അഭിമാനം കണ്ടെത്തി തന്റെ മക്കൾക്ക് ഹലാലായ പണത്തിലൂടെ മാത്രം ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഹലാലായ വളർത്തൽ നടത്തി ഒരാളെയും ഉപദ്രവിക്കാതെ, നാവ് കൊണ്ടും കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും ഉപദ്രവിക്കാതെ, ഏഷണി പരദൂഷണങ്ങളിൽ മാറി നിന്ന് ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് അനുഷ്ഠിക്കേണ്ട ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ച് സൂക്ഷ്മതയിൽ ജീവിച്ച ഒരു പാവപ്പെട്ട സർവന്റിന്, ഒരു പാവപ്പെട്ട റിക്ഷാ ഡ്രൈവറിന്, ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരന്, ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക്, ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥന്, ശരി, അവനാണ് നാളെ പരലോകത്ത് ലോകരക്ഷിതാവിന്റെ കോടതിയിൽ ജനകോടികൾ ഒരുമിച്ച് നിൽക്കുമ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകം അവസാനിക്കുന്ന അന്ന് ജനിച്ചു വീണുന്ന കുഞ്ഞുവരെ, ആ ജനിച്ചു വീണ കുട്ടി വരെ ഒരുമിച്ച് നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ, നീതിപൂർവമായ കോടതിയിൽ താരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ വിവിഐപി സ്ഥാനം നൽകി പടച്ചവൻ പരിഗണിക്കുന്നത്, പ്രത്യേക സ്ഥാനം നൽകുന്നത് ഈ പാവപ്പെട്ട സർവന്തിനെയായിരിക്കും. ഇത് പ്രഖ്യാപിച്ച ഒരു പ്രത്യയശാസ്ത്രം, ഇത് പ്രഖ്യാപിച്ച ഒരു പ്രത്യയശാസ്ത്രം. നിങ്ങൾ പറ, ലോകത്തേതുണ്ട് അള്ളാഹുവിന്റെ മതമല്ലാതെ? അള്ളാഹുവിന്റെ മതമല്ലാതെ പ്രിയപ്പെട്ടവരെ ഏത് മതമുണ്ട്, ഏത് പ്രത്യയശാസ്ത്രമുണ്ട്? നിങ്ങൾ പഠിച്ചോ?